സിനിമ തുടങ്ങുന്ന കാലത്തുള്ള ബന്ധവും പരിചയമൊക്കെ ആയിരിക്കും. അപ്പോൾ അതേപ്പറ്റി ഒന്നും ചോദിക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല, എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല. അത്ര വളരെ പഴക്കമുള്ള ബന്ധമാണ് ആദ്യമായി കണ്ടത്. അതിനുശേഷമുള്ള ഒരുപാട് കാലത്തെ അടുപ്പം, പരിചയം, ഒരുപാട് സംഭവങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലേ സാറിന്? ഉണ്ട്, ധാരാളമുണ്ട്. എന്നോളം പൊന്നമ്മ ചേച്ചിയോട് പരിചയമുള്ളവർ ആരും തന്നെ കാണുകയില്ല. ഇല്ല. ഇത് ഏതാണ്ട് ഒരു 60 വർഷത്തെ പഴക്കമുള്ളതാണ്. ആദ്യം കാണുന്നത് ശശിധരൻ എന്നൊരു പടത്തിന് വേണ്ടി ഉദയായിൽ വരുന്നതാണ്. 1950 ഓർക്കുന്നു. 49 അവസാന ഷൂട്ടിങ്, 50 റിലീസായി പടം. ഞാൻ അന്ന് വളരെ ശാലീന സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി സൈറ്റ് അടിച്ചിട്ടുണ്ട്. ഉദയായിലെ കരിയാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഉദയായിലെ ഒരു 8-10 പടം ചെയ്തിട്ടുണ്ട്. ഇത്രയും പടങ്ങളും ഇത്രയും വർഷങ്ങളും പൊന്നമ്മ ചേച്ചിയോട് ബന്ധമുള്ളവർ വേറെ ആരും ഇന്നില്ല. 50കൾ വരുമ്പോൾ ഞങ്ങൾ പൊന്നമ്മ എന്നാണ് പറഞ്ഞോട്ടത്. 60കളിൽ പിന്നെ അത് ഒന്നുകൂടെ ഗ്രേഡ് കൂട്ടി പൊന്നമ്മ ചേച്ചിയാക്കി. 70കളിൽ പിന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അമ്മൂമ്മന്ന് വിളിച്ചാൽ മതി. ചാക്കോച്ചന് വേറെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ചാക്കോച്ചൻ ഒരു ദിവസം എന്നോട് ചോദിക്കുക, ഇപ്പം എത്ര വയസ്സായി? ഞാൻ എൻ്റെ വയസ്സ് പറഞ്ഞു. എനിക്കും അത്രയൊക്കെ ആയി, ആരോടും പറയണ്ട. പറയത്തില്ല കേട്ടോ, ഇത്രയൊന്നും ആയിരുന്നു, ആരോടും പറയരുത് വയസ്സ് എന്ന് പറയരുത്. എൻ്റെ രാജൻ്റെ അച്ഛന് വലിയ കാര്യമായിരുന്നു. അപ്പം മോടെയോ മോൻ്റെയോ കല്യാണത്തിന് എഴുത്തു വന്നതിനകത്ത് എഴുതി വെച്ചിരുന്നു, ചേട്ടോ ഒരു കുത്ത് ചീട്ടും കൊണ്ടിങ്ങ് പോരെ, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ കൂടാം. വന്നിട്ടുണ്ട്. ഉദയ വന്നാൽ ചീട്ടുകളിയാ, എവിടെ ചെന്നാലും ചീട്ടുകളി. അതിവർക്കൊക്കെ അറിയാം. SP ഒക്കെ വിളിച്ചിരുത്തി, എടാ SP ഇങ്ങ് വന്നൊക്കെ പറഞ്ഞ് കൊച്ചിലെ അറിയാം SP ഒക്കെ ചീട്ട് കളിക്കും. അപ്പോഴൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, പൊന്നമ്മ ചേച്ചിക്ക് കിട്ടുന്ന കാശെല്ലാം ഈ പൊന്നമ്മ ചേട്ടൻ എന്നാ പറയുന്നത്, ചേട്ടൻ ഇത് എല്ലാം ഇത് കളിച്ച് കളയും എന്ന് തമാശായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ പൊന്നമ്മ ചേച്ചി അത് വളരെ അതിനെ എൻകറേജ് ചെയ്തിരുന്നു. എന്നോടൊക്കെ ഇടയ്ക്ക് ചേട്ടനെ ഒന്ന് അന്വേഷിച്ചേര് എന്ന് പറഞ്ഞാൽ ചീട്ടും കളിയും എൻ്റെ ആൾക്കാരെ എല്ലാം ഒന്ന് സംഘടിപ്പിച്ചിട്ട് ഒന്ന് എൻഗേജ് ചെയ്യിച്ചേക്കാം, സംഘടിപ്പിക്കണം.